ഹലോ വെൽക്കം ബാക്ക്. സുഖാണ് എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് കേട്ടോ. അതിൻ്റെ ബാക്കി മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. കുറേ കമൻസ് എനിക്ക് ബോണസ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മുടെ അഞ്ച് എലി സ്റ്റൈൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ മറുപടി വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് തന്നേക്കുന്നത്. അതിന് എല്ലാത്തിനും മറുപടി കൊടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല, സമയമില്ല. പക്ഷെ ഒരു കാര്യം കണ്ടപ്പോൾ മറുപടി തരാതെ വയ്യ എന്ന് തോന്നിയ അഞ്ച് എലി. അതിൽ നീ പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്ത്രീ ഞാൻ ആ പ്രസ്തുത ചാനലിനെതിരെ മാത്രമല്ല, അഞ്ജിത നായർ എന്ന ഒരു കുട്ടിയെ പറ്റിയിട്ട്, അവരുടെ ചാനലിനെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞേക്കുന്നു. ഭയങ്കര സിമ്പത്തിക് മോഡിലാണ് കേട്ടോ ആ ഒരു കമൻറ്റ്. എന്നാൽ ആ കുട്ടിയെ പറ്റിയിട്ട്, അഞ്ജിത നായർ എന്ന ആ കുട്ടിയെ പറ്റിയിട്ട് മോശമായി കമൻ്റ് ഇട്ടേക്കുന്നു. ആ കുട്ടി എങ്ങനെയുള്ള ആളായാലും ഇവക്കെന്താ, അമ്മയും അച്ഛനും ദ്രോഹിച്ചല്ലല്ലോ പൈസ ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇവൾക്ക് എന്താ യോഗ്യത എന്നുള്ളതാണ് അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് വായിച്ചിട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ട്, ഇങ്ങനത്തെ ആ സ്ത്രീയെ, അഞ്ജിത നായർ എന്ന് പറഞ്ഞാൽ കുറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, ആ കുറ്റി, ആ സ്ത്രീയെ പറ്റിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആണുങ്ങൾ കമൻസ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ലേഡി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാനിത് ആദ്യം കാണുക. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ അഞ്ജലി നായർ എന്ന വ്യക്തിയുടെ സവിശേഷത എന്താണ്, എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന്. ഞാൻ വേറെ കുറേ ഈ പ്രസ്തുത ചാനലല്ലാതെ ഞാൻ വേറെ കുറേ ആളെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട്, ആളുകളെക്കുറിച്ചും വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്ര തോന്നില്ല, ഇത്ര പറയണമെന്ന് തോന്നില്ല. ഇതിൽ ഏറ്റവും ഞാൻ ഇട്ടിട്ടുള്ള ആ പ്രസ്തുത ചാനൽ ഒഴിച്ചാൽ ഞാൻ ഏറ്റവും അധികം സാമൂഹിക വിപത്താണെന്ന് കാണുന്ന ഒരു ലേഡിയാണ് ഈ അഞ്ജിത നായർ എന്ന് പറയുന്നത്. സ്വന്തം ശരീരം എങ്ങനെ പ്രദർശിപ്പിക്കാവോ, അവർക്കെതിരെ കേസ് കൊടുക്കാനോ ഒന്നും പറ്റില്ല. ബിക്കോസ് അവർ ശരീരം കാണിക്കുന്നില്ല. ശരീരത്തിന് മീൻസ് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിഷ്വലി എല്ലാവർക്കും എല്ലാം വിസിബിളാണ്. പക്ഷേ ഒക്കെയും ഒരു തുണി കൊണ്ട് അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പെയിൻ്റ് അടിച്ചതുപോലെയുള്ള ഒരു വസ്ത്രം കൊണ്ട് അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാം എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരെല്ലാ വീഡിയോസും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കാണുന്നു എന്നുള്ളത്, ഡ്രസ്സ് ഇടുന്നതും ഇടാതെയും കാണുന്നത് പോലെ തന്നെയാണ് അവർ പ്രദർശിപ്പിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് ഉണ്ടല്ലോ എന്നുള്ള കാരണത്താൽ കേസ് കൊടുക്കാനുള്ള ഒരു റൈറ്റൊന്നും ഇല്ല അതിൽ. എന്നിട്ട് പാർട്ട് ഓഫ് ദ ബോഡി, അവരുടെ ശരീരത്തിലുള്ള പാർട്സ് മുഴുവൻ അവർ കുലുക്കി കാണിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ശരീരം മുഴുവൻ കുലുക്കി വീഡിയോ ഇട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീയെയാണ് ഈ അഞ്ജലി ന്യായീകരിക്കുന്നത്. ആ കുട്ടി എന്തൊരു തേനും പാലും ഒഴുകുന്ന ലാംഗ്വേജാണ് ഉപയോഗിച്ചതെന്നറിയാം. ആ കുട്ടിയെ, അഞ്ജിത നായർ എന്ന കുട്ടിക്കെതിരെ വീഡിയോ ഇട്ട് ഇവർക്ക് എന്ത് കാര്യം, ആ കുട്ടി എങ്ങനെയെങ്കിലും വീഡിയോ ഇടട്ടെ, ഇവർക്കെന്താ കാര്യം എന്ന്. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ എങ്ങനെയും വീഡിയോ ഇടട്ടെ, നിനക്ക് വന്ന് കമൻറ്റ് ഇടാനുള്ള കാര്യം എന്താ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ നീ കമൻ്റ് ഇടുന്നത്? അല്ല, ഞാൻ നിന്നെ പേഴ്സണലി ദ്രോഹിക്കാൻ വന്നില്ലല്ലോ. ഇത് തന്നെയാണ് അഞ്ജലി, എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ്, അവരുടെ വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇല്ലാതെ പേഴ്സണലി എന്നെ ദ്രോഹിക്കാൻ വന്നിട്ടല്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം വൃത്തികെട്ട വീഡിയോകൾക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്. അതിന് നിനക്ക് ഇത്ര പൊള്ളി, ആ കുറ്റിയെപ്പറ്റി പറഞ്ഞപ്പോൾ ഇത്ര പൊള്ളാൻ സമ്മതിച്ചു. അതിനെ ന്യായീകരിക്കാൻ ആളുകളുണ്ട് എന്ന് ഞാൻ കേട്ടിരുന്നു, ഞാൻ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം പ്രത്യക്ഷത്തിൽ ഒരെണ്ണം വന്ന് പ്രത്യക്ഷപ്പെട്ടു. എനിക്ക് തോന്നുന്നു ചിലപ്പം അവരിൽ ആരെങ്കിലും ആയിരിക്കാം ഇത്, അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരിയായിരിക്കാം. ഇല്ലെങ്കിൽ പിന്നെ അവരെയൊക്കെ ന്യായീകരിച്ച് ആരെങ്കിലും വരുമോ? പിന്നെ ആ കുട്ടിയുടെ ഏത് വീഡിയോ കണ്ടിട്ടാണ് അഞ്ജലി സ്റ്റൈൽസിന് ഇത്ര ഉൾപ്പുളകം കൊണ്ടത്? ഇതൊക്കെ കണ്ട് ഉൾപ്പുളകം കൊള്ളുന്ന, കുളിര് കോരുന്ന, ആനന്ദിക്കുന്ന സ്ത്രീകളുമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു കുട്ടി. അറിയാൻ വൈകിപ്പോയി. നിന്നെപ്പോലുള്ള മനുഷ്യരെ ഞാൻ തിരിച്ചറിയാനായിട്ട് വൈകിപ്പോയി. നിന്നെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ ദോഷം. കാര്യം ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത്, ഇതിനെ ബൂസ്റ്റ് ചെയ്ത്, ഇവരെ മുന്നോട്ട് നയിക്കാൻ, ഉന്തിത്തള്ളി മുന്നോട്ടാക്കാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് എന്താണ്? എന്തഴിഞ്ഞാട്ട് സോഷ്യൽ മീഡിയയിൽ കാണിച്ചാലും ഇവർക്ക് എന്താണ്? ഒരു കുഴപ്പമില്ല. കാര്യം സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഇവരുടെ സപ്പോർട്ടറാണ് നീ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. വളരെ മോശം, വളരെ 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 മോശം എന്നേ പറയാൻ പറ്റൂ. നീ ഇങ്ങനാണോ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഇതിൽ പ്രചോദനം ഉൾക്കൊണ്ട് ഇങ്ങനാണോ ചെയ്യുന്നത്? എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നത്. ആ കുട്ടി എന്ന് പറയുന്നിടത്ത്
ഒരാൾക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത, കണ്ടിരിക്കാൻ കൊള്ളാത്ത ശരീരം കുലുക്കി കാശ് സമ്പാദിച്ച് ജീവിക്കും. പിന്നെ അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും അവർക്ക് ഇതിലും വലിയൊരു ട്രീറ്റ് എന്താണ് കൊടുക്കാനുള്ളത്? ഇവരുടെ അച്ഛനും അമ്മയും എന്നറിയപ്പെടുന്നതിലും വലിയ അപമാനം എന്താണുള്ളത്? അവർ പ്രത്യക്ഷത്തിൽ നിഷേധിക്കുമായിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ ഞാൻ അവരെ ഇതുവരെ കണ്ടിട്ടില്ല. ഒരച്ഛനെന്ന് പറഞ്ഞ ഒരാൾ ഇടയ്ക്ക് എപ്പോഴോ കണ്ടതല്ലാതെ അവരെ അമ്മയൊന്നും എനിക്കറിയില്ല. നിഷേധിച്ചാലും ഒരച്ഛനും അമ്മയും ഏറ്റവും അധികം വേദനിക്കുന്നൊരു സംഭവം തന്നെയാണത്. നിങ്ങൾ അമ്മയാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നിങ്ങളൊരു മനുഷ്യ സ്ത്രീ അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനിയും പോരട്ടെ നിൻ്റെ കമൻറ്റുകൾ, ഓരോന്നായിട്ട് പോരട്ടെ എനിക്കെതിരായിട്ട്. നീ പറഞ്ഞല്ലോ എൻ്റെ വായടിച്ചിട്ട് വാക്കുകൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ തോൽപ്പിക്കട്ടെ, ഓടിക്കുന്ന ഒന്ന് കാണട്ടെ എന്ന്. വേണ്ട, നിന്നെ ഞാൻ ഓടിക്കുന്നില്ല. ഓടിക്കണമെങ്കിൽ എനിക്കറിയാം, ഒറ്റ ബ്ലോക്ക് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനുണ്ട്. എനിക്ക് ബ്ലോക്ക് ചെയ്താൽ മതി, ആവശ്യമില്ല. നീ അവിടെ കിടക്കണം. നിൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ ഇങ്ങനെ പോരട്ടെ. നിൻ്റെ ആരാധ്യരായ ആളുകളും നിൻ്റെ റോൾ മോഡൽസൊക്കെ ഇങ്ങ് പോരട്ടെ. അങ്ങനെ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നീ എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. എത്ര നല്ല ഒരു ആളെയാണെന്നറിയോ ഐഡിയലായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും എന്നെപ്പോലെയാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടു. ശരിയാണ്, ഞങ്ങളെല്ലാം ഒറ്റ കാറ്റഗറിയാണ്. എന്താണോ പിന്നെ ഈ പറയുന്നില്ലേ, നിനക്ക് എന്ത് കാര്യം, നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്നത്. ഞാനൊരു ഇന്ത്യൻ സിറ്റിസണാണ്, എനിക്ക് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. ഞാൻ വിമർശിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ മനസ്സിലാവും. അത് മനസ്സിലാക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും മനസ്സുള്ള ആളുകളാണ് എൻ്റെ കൂടെയുള്ളത്. ശരിയാണ്, എന്നെപ്പോലുള്ള ആളുകളാണ്. നിന്നെപ്പോലെയുള്ള ആളുകൾ മാത്രം പോരല്ലോ ഈ ഭൂമിയിൽ. നശിച്ചു പോവില്ലേ ഈ ഭൂമി? അത്രയും പെട്ടെന്ന് ഈ ലോകം ഇല്ലാതായി പോവില്ലേ? അപ്പം ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകളും കൂടെ വേണം. ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് ജീവിക്കണം, ഞങ്ങൾക്ക് മനുഷ്യരായിട്ട് ജീവിക്കണം. നിന്നെപ്പോലെയുള്ള കുറേ എണ്ണത്തിനെ മാത്രം ജീവിക്കാനായിട്ട് ഇങ്ങനെ നശിപ്പിച്ച് കളയാനായിട്ട് ഇട്ടുകൊടുക്കാതെ ഈ സൊസൈറ്റിയെ കുറച്ച് നാളെങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെ ഒന്ന് സംരക്ഷിച്ചു പിടിക്കണം. അല്ലാതെ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് കാണുന്നതെല്ലാം എന്ത് കാണിച്ചാലും എന്ത് പ്രദർശിപ്പിച്ചാലും അതിനെയൊക്കെ എൻജോയ് ചെയ്ത് കപ്പലണ്ടി കുറച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തൽക്കാലം എനിക്കില്ല. നിനക്കിത് കണ്ടിട്ട് വല്ലാതെ വേദനിച്ചു പോയെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ഇനിയും സപ്പോർട്ട് ചെയ്യും. ഇനി ആരെയാണാവോ അടുത്ത് ഞാൻ വീഡിയോ ഇട്ടയാൾ നിനക്ക് റോൾ മോഡലായിട്ടുള്ളത്, അതും പോരട്ടെ. ഇപ്പം പിന്നെ മറ്റേ ചാനലിനെതിരെ പറഞ്ഞതുകൊണ്ടല്ല, അവർ നീ വെറുക്കുന്ന ചാനലാണെന്നൊക്കെ പറഞ്ഞ് ഒരു കമൻറ്റ് കണ്ടു. ഒന്നുമല്ല, ഞാൻ എപ്പോഴൊക്കെ അവർക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ടോ അപ്പോഴാണ് നീ കമൻസും ഇട്ടിട്ടുള്ളത്. അപ്പോൾ നീ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഇപ്പം വേറെന്തിനോ വേണ്ടി അടുത്ത് മാറ്റിപ്പിടിക്കുകയാണ്. നീ അവരുടെ ആളല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യർത്ഥമായൊരു ശ്രമം. അത് എങ്ങനെ തന്നെ ആയാലും എനിക്ക് കുഴപ്പമില്ല, ആരുടെ ആളുകളായാലും എനിക്ക് കുഴപ്പമില്ല. നീ പറയുന്നതിനുള്ള മറുപടിയാണ് ഞാൻ തരുന്നത്. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനൊരു സ്ത്രീയെ ഇങ്ങനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് തോന്നിയ നിൻ്റെ ആ മനസ്സിനെ ഉണ്ടല്ലോ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ തന്നെ വേണം നിനക്ക്. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് കമൻറ്റിലൂടെ നിനക്ക് റിയാക്ട് ചെയ്യാം, പ്രതികരിക്കാം. അത് നിൻ്റെ റൈറ്റാണ്. ഇത് തന്നെയാണ് ഞാനും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം വേണം. എനിക്ക് പബ്ലിക്കായിട്ട് കാണുന്ന, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പബ്ലിക്കായിട്ട് ഇടുന്ന വീഡിയോസിനെതിരെ പ്രതികരിക്കാം. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയില്ലേ? പിന്നെ അവരെ വിമർശിക്കാൻ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ആളാണ് ലേഡി അവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് നാളായി കണ്ട് സഹിക്കുന്നു. ഒരുപാട് നാളായി. സ്വന്തം ശരീരം കൂലിക്ക് കാണിച്ച് ക്യാഷ് മേടിക്കുന്ന ആ സ്ത്രീയെ പറഞ്ഞതിന് നിനക്ക് നൊന്തു. കണ്ടോ, ഒരുപാട് വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്, അവരെ കണ്ട് ആനന്ദിച്ചോ. പക്ഷെ എന്നോട് പറയാൻ വരരുത് ആ കുട്ടിയെ ഞാൻ പറഞ്ഞെന്ന്. എടാ, എത്ര നല്ല കുട്ടി. ഇനി അടുത്ത കമൻസ് ഇങ്ങ് മാല പോലെ പോരട്ടെ, സമയമില്ലാതിരിക്കല്ലേ. എനിക്ക് നിൻ്റെ കമൻസിനെല്ലാം എനിക്കൊരു സ്വഭാവമുണ്ട്. എൻ്റെ ആളുകൾ എനിക്ക് കമൻസ് തരുമ്പോൾ എനിക്ക് അതിനൊരു റിപ്ലൈ കൊടുത്തില്ലെങ്കിലും മനസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ എത്ര സമയമില്ലെങ്കിലും എന്തെങ്കിലും ഒരു റിപ്ലൈ ഞാൻ അതിന് കൊടുക്കാറുണ്ട്. ഇല്ല, നിൻ്റെ കമൻസിന് മറുപടി തരാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അത് ഇഷ്ടം പോലെ വയറ് നിറച്ച് കിട്ടുന്നുണ്ടല്ലോ. വയറ് നിറച്ച് ഇന്നലെയൊക്കെ ഞാൻ കണ്ടു എന്തൊക്കെയാണ്, എന്നിട്ടും മതിയാകുന്നില്ല നിനക്കല്ലേ. ആളുകൾ നിനക്ക് മറുപടി തന്നോളും. എനിക്ക് സമയമുണ്ടെങ്കിലും മറുപടി തരും. ഇല്ലെങ്കിൽ നീ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ആണെങ്കിലും മറുപടി അർഹിക്കുന്നതാണെങ്കിലും ഞാൻ വീഡിയോ വഴിയും തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ അഞ്ചിത നായർ എന്ന കുറ്റിയെ പറ്റിയുള്ള നിൻ്റെ ആ ഒരു കരുതലുണ്ടല്ലോ, അതിനുള്ള മറുപടി ഇത്രയേ ഉള്ളൂ. അടുത്ത് നേടുന്ന കമൻറ്റിന് വാല്യുബിൾ ആണെങ്കിൽ മറുപടിയായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഓക്കെ.